വയനാട് കല്ലൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാജുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകും. 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി അനുവദിക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. മകന്റെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ജോലി നൽകാനും തീരുമാനം. ഇളയ മകന്റെ തുടർ പഠനവും ഏറ്റെടുക്കും. രാജുവിന് പുതിയ വീടും ഊരിലേക്കുള്ള റോഡും നിർമ്മിക്കും. ഇപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന 10 ലക്ഷം രൂപ ഒന്ന് കൊടുക്കും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ 10 ലക്ഷം കൊടുക്കും. ഇൻഷുറുമായി ബന്ധപ്പെട്ടിട്ട് അധികം 1 ലക്ഷം കൂടി കൊടുക്കും. അപ്പോൾ 11 ലക്ഷമായി. അവർക്ക് ഉള്ള വീട് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർക്ക് പുതിയ ഒരു വീട് അനുവദിച്ചു കൊടുക്കും. അപ്പോൾ കുട്ടിക്ക് വിദേശത്തോ അല്ലെങ്കിൽ സ്വദേശത്തോ ചേർന്ന് പഠിക്കാനുള്ള സാമ്പത്തിക സഹായം ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കും. നമ്മുടെ മോന് ഇപ്പോൾ ഓന് IT പാസ്സായ കുട്ടിയാണ്. അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ജോലി മോന് കൊടുക്കും. ഫെൻസിങ്ങിന്റെ നിലവിലൊരു പദ്ധതിയുണ്ട്, RKV പദ്ധതിയുണ്ട്. ആ ഭാഗത്ത് അടിയന്തരമായിട്ട് ഇപ്പോൾ ജില്ലയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഫെൻസിംഗ് ഉണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ച് അടിയന്തരമായിട്ട് ആ ഭാഗത്ത് ഫെൻസിങ് ക്രമീകരിക്കാനും, ആ ഫെൻസിങ് ക്രമീകരിക്കുമ്പോൾ അതിനോടൊപ്പം ലൈറ്റ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും കൂടി ചെയ്യാൻ വേണ്ടി നിർദ്ദേശം. വന്യജീവി ആക്രമണം തടയാൻ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു. രാജുവിന്റെ മൃതദേഹം തടഞ്ഞുകൊണ്ടായിരുന്നു സമരം. സർക്കാരിന്റെ ഉറപ്പ് ലഭിച്ചതോടെ പ്രതിഷേധം പിന്നീട് അവസാനിപ്പിച്ചു. അനഘ റീജ ഭരതനുണ്ട് വിശദാംശങ്ങളുമായി. അനഘ, 10 ലക്ഷം ധനസഹായം, ഒപ്പം മൂത്ത മകന് ജോലി, ഇളയ മകന്റെ തുടർ പഠനം, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്നാണോ? എന്താണ് കുടുംബത്തിന്റെ പ്രതികരണം അനഘ? അതിന് കുടുംബവും നാട്ടുകാരും അടക്കം ആവശ്യപ്പെട്ടത് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ലഭിക്കണം എന്നായിരുന്നു. നിലവിൽ 10 ലക്ഷം രൂപയും 1 ലക്ഷം രൂപ ഇൻഷുറൻസുമാണ് കുടുംബത്തിനായി അനുവദിച്ചിട്ടുള്ളത്. മൂത്ത മകന് വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് ഒരു ജോലിയും ഇളയ മകന് പഠിക്കുവാൻ ആവശ്യമായ സൗകര്യങ്ങളും ചെയ്തു നൽകും. മാത്രമല്ല ഊരിലേക്കുള്ള റോഡും നിർമ്മിക്കും. ഇവരുടെ വീടും നശിച്ച ഒരു വീടും ഭാഗികമായി തകർന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവരുടെ വീടും രാജുവിന് ഒരു വീടും നിർമ്മിച്ചു നൽകും എന്നാണ് മന്ത്രി നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് വീട്ടുകാരും നാട്ടുകാരും ആവശ്യപ്പെട്ട 50 ലക്ഷം രൂപ നൽകാൻ സാധ്യമാവുന്നതെല്ലാം ചെയ്യും എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ 10 ലക്ഷം രൂപയും 1 ലക്ഷം രൂപ ഇൻഷുറൻസ് തുകയുമാണ് നിലവിൽ കുടുംബത്തിന് ലഭ്യമാവുക. ഏതായാലും ദേശീയപാത നമുക്കറിയാം, നേരത്തെ 4 മണിക്കൂറിലേറെ ഈ ദേശീയപാത സർവകക്ഷി യോഗത്തിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 100 കണക്കിന് വാഹനങ്ങളാണ് റോഡിന്റെ ഇരുഭാഗത്തുമായി കിടന്നുകൊണ്ടിരുന്നത്. ഏതായാലും ഈ വാഹനങ്ങളടക്കം ഇപ്പോൾ ഉപരോധം അവസാനിച്ചതോടുകൂടി കടത്തിവിട്ടിട്ടുണ്ട്. രാജുവിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുവന്ന ആംബുലൻസ് അടക്കം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾ പ്രതിഷേധത്തിലേക്ക് കടന്നിരുന്നത്. ഏതായാലും ആളുകൾ ഇപ്പോൾ പിരിഞ്ഞു പോയിരിക്കുന്നു. മൃതദേഹം രാജുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. മന്ത്രി OR കേളു, സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, നൂൽപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ നൂൽപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലുള്ളൊരു സർവകക്ഷി യോഗം നൂൽപ്പുഴ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ഏതായാലും സർവകക്ഷി യോഗം നിലവിൽ അവസാനിച്ചു. ഈ 50 ലക്ഷം രൂപ നൽകുന്ന കാര്യങ്ങൾ അല്ലാതെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും കുടുംബവും നാട്ടുകാരും ഉയർത്തിയ മറ്റെല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ സർവകക്ഷി യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. ഏതായാലും നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ വാഹനങ്ങളെല്ലാം തന്നെ ഈ കൊല്ലകൽ ദേശീയപാതയിലൂടെ തന്നെ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ആതിര. ശരി, ഇത്തരത്തിൽ രാജുവിന്റെ കുടുംബം മുന്നോട്ട് വെച്ച ആവശ്യത്തിൽ 50 ലക്ഷം രൂപ ഒഴികെ ബാക്കിയുള്ള എല്ലാ ആവശ്യങ്ങളിലും ധാരണയായി എന്നുള്ളതാണ് അനഘ റിപ്പോർട്ട് ചെയ്യുന്നത്.